ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൺ വ്ളോഗ്സ് വിത്ത് ദിയ. സോ എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. അപ്പം ഞങ്ങളിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബ്ലൂ മൗണ്ടൻ വില്ലേജിലോട്ടാണ്. അപ്പം നല്ലൊരു ഫോഗി ഡേ ആണിന്ന്. നിങ്ങൾ കാണുന്ന മാതിരി ഡ്രൈവ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് എനിവേസ് ബ്ലൂ മൗണ്ടൻ റീച്ച് ആയപ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനു മുമ്പ് അവിടെ പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ട് വിൻ്ററിലാണ് ഇപ്പോൾ ഞങ്ങൾ ബ്ലൂ മൗണ്ടനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് ഏകദേശം ഒരു 2 hours ഡ്രൈവാണ് ബ്ലൂ മൗണ്ടനിലോട്ടുള്ളത്. സോ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ഒരു 2 ഫ്രണ്ട്സിൻ്റെ ഫാമിലീസും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ബ്ലൂ മൗണ്ടൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇതായിപ്പം എത്തിയിരിക്കുകയാണ്. നിങ്ങളിവിടെ കാണുന്ന മാതിരി ഇവിടെ കുറേ വിൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. മെയിൻലി സ്കീയിങ് ആൻഡ് സ്നോ ബോർഡിംഗ് ആണ് കാണുന്ന മാതിരി. പക്ഷേ ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഞങ്ങളിൽ ആരും ഈ പണിക്ക് പോയില്ല. പിന്നെ വേറൊരു കാര്യം, അവിടുത്തെ ടിക്കറ്റ്സ് എല്ലാം ഓൾമോസ്റ്റ് സോൾഡ് ഔട്ട് ആയിരുന്നു. സോ നിങ്ങൾ ബ്ലൂ മൗണ്ടൻ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ആക്ടിവിറ്റീസിന് നേരത്തെ തന്നെ പോകുന്ന ഡേറ്റിന് മുമ്പേ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത് ടിക്കറ്റ്സ്. ഇല്ലെങ്കിൽ ഇതുപോലെ വീക്കെൻഡ്സ് ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ക്രൗഡഡ് ആയിരിക്കും. അപ്പോൾ ടിക്കറ്റ് കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ സ്കീയിങ്, സ്നോ ബോർഡിങ് അല്ലാതെ വേറെ ചില ആക്ടിവിറ്റീസ്, അതായത് റിഡ്ജ് റണ്ണർ, റോളർ കോസ്റ്റർ, പിന്നെ കനോപ്പി ക്ലൈം എന്ന് പറഞ്ഞിട്ട് കിഡ്സിൻ്റെ ഒരു നെറ്റിലിങ്ങനെ ജമ്പ് ചെയ്യുന്ന മാതിരി, അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസും ഉണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു ഉച്ചയോടുകൂടിയാണ് വന്നത്. സോ നന്നായിട്ട് വിശന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു അടുത്തുള്ള ഒരു ഗ്രീക്ക് റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഞങ്ങൾ കയറി കഴിക്കാനായിട്ട് ടേബിൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല വൈബാണ് ഈ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടക്കാനായിട്ട്. കാരണം ചുറ്റിനും ഷോപ്സ്, പിന്നെ എല്ലാവരും എൻ്റർടൈൻ ചെയ്യാനായിട്ട് സോങ്, ഡാൻസ്, പിന്നെ ഫയർ പ്ലേസ്, നല്ലൊരു വൈബ്രൻറ്റ് പ്ലേസാണ്.
സോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ലൈറ്റ്സും എല്ലാം കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. ഞങ്ങൾ നേരെ ഞങ്ങളുടെ എയർബിഎൻബിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഞങ്ങൾ ഒരു 1 ഡേ അവിടെ സ്റ്റേ ചെയ്യാനായിട്ടുള്ള പ്ലാനിലാണ് വന്നത്, ഞങ്ങൾ 3 ഫാമിലീസും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ എയർബിഎൻബി റീച്ചായി. അവിടെ 1 നൈറ്റ് സ്പെൻഡ് ചെയ്തു. നല്ല രസമായിരുന്നു എയർബിഎൻബിയിൽ. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ നോക്കിയപ്പോൾ ഫുൾ മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എയർബിഎൻബി ഫുൾ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ വെളിയിലൊക്കെ നല്ല ഒരു ഫ്രോസൺ ലേക്കും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ ജസ്റ്റ് പോകുന്ന സമയത്ത് എല്ലാം പാക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് കണ്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 1 ഡേ ബ്ലൂ മൗണ്ടൻ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ എയർബിഎൻബി സ്റ്റേ ഫാമിലി ഫ്രണ്ട്സുമായിട്ട് നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.